ഡൽഹി ജന്തർ മന്ദിറിൽ സിപിഐ പ്രവർത്തകർക്ക് നേരെ ആർഎസ്എസ് ആക്രമണം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. പരീക്ഷാ തട്ടിപ്പുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ നടന്ന സമാധാനപരമായ പ്രതിഷേധത്തിനിടെ സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ ഉൾപ്പെടെ നേതാക്കൾക്ക് നേരെ നടന്ന ആർഎസ്എസ് ആക്രമണത്തെ ശക്തമായി അപലപിച്ച് സിപിഐ. രാജ്യമൊട്ടാകെയുള്ള ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരാജയങ്ങൾക്കെതിരെ ഉയർന്ന ജനരോക്ഷത്തെ അടിച്ചമർത്താനാണ് ബിജെപി ആർഎസ്എസ് സഖ്യം ശ്രമിക്കുന്നത്. ജനാധിപത്യ അവകാശങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം കടന്നാക്രമണങ്ങൾ ഭരണകൂടത്തിന്റെ വർദ്ധിച്ചുവരുന്ന പരിഭ്രാന്തിയാണ് കാണിക്കുന്നതെന്ന് പാർട്ടി ദേശീയ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. നവകേരള സദസ്സിന്റെ ഭാഗമായി എത്തിയ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംരക്ഷണാർത്ഥം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ ഇന്നും SITയോടും പ്രോസിക്യൂഷനോടും ചോദ്യങ്ങളുമായി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. തല ലക്ഷ്യം വെച്ചാണ് ഗൺമാൻമാർ മർദ്ദിച്ചതെന്ന് ഉറപ്പുണ്ടോ എന്നാണ് കോടതിയുടെ ചോദ്യം. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ ആവർത്തിച്ച് കണ്ട കോടതി ദൃശ്യങ്ങൾക്ക് വ്യക്തത കുറവുണ്ടെന്നും പറഞ്ഞു. തലക്കടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാനില്ലെന്നും കോടതി പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട സർക്കാർ കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഇന്ന്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെയും പ്രവചിച്ചിരിക്കുന്നത്. സംഘടനയായ അമ്മയിലെ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിച്ചു. അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, മുത്തുമണി, MLAയും നടനുമായ രമേശ് പിഷാരടി, പൊന്നമ്മ ബാബു എന്നിവരാണ് അംഗങ്ങൾ. വിഷയം നിഷ്പക്ഷമായി കേൾക്കുന്നതിന് വേണ്ടി പുതിയ അന്വേഷണ സമിതി രൂപീകരിക്കണമെന്ന് പരാതിക്കാരിയായ നടി ഹൻസിബ ഹസൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ സമിതിയിൽ രമേശ് പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ, മാല പാർവതി എന്നിവരെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഹൻസിബയുടെ ആവശ്യം. എന്നാൽ പുതിയ സമിതി രൂപീകരണത്തോട് ഹൻസിബ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കുന്നംകുളത്ത് പ്രഷർ കുക്കറിനുള്ളിൽ ഒളിപ്പിച്ച 400 ഗ്രാം കഞ്ചാവ് പിടികൂടി. അടുപ്പൂട്ടി സ്വദേശി ബിനീഷ് എന്നയാളാണ് കുന്നംകുളം പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ ഭാഗമായാണ് നടപടി. പ്രതിയുടെ വീട്ടിലെ അടുക്കളയിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് അടുപ്പത്തുണ്ടായിരുന്ന പ്രഷർ കുക്കർ വിസിലടിച്ചത്. കഞ്ചാവിന്റെ മണം പുറത്തേക്ക് വന്നതോടെ പോലീസിന് സംശയമായി. അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന ചോറിനടിയിൽ പ്ലാസ്റ്റിക് പാക്കറ്റിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഡൽഹി ഹോട്ടലിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പാചകക്കാരനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. മാളവ്യ നഗറിലെ ഹൗസ് റാണി പ്രദേശത്തുള്ള ഫ്ലറിഷ് സ്റ്റേസ് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിലെ പാചകക്കാരനായ കേശവ് നേഗിയാണ് അറസ്റ്റിലായത്. ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പോലീസ് പറയുന്നത്. ഹോട്ടലുമായി ബന്ധപ്പെട്ട മറ്റ് ചിലരെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. AIDMKക്ക് വീണ്ടും തിരിച്ചടി. 4 മുൻ മന്ത്രിമാർ മുഖ്യമന്ത്രി വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിലേക്ക് ചേർന്നു. ടുമ്മയിലേക്ക് രാധാകൃഷ്ണൻ, MC സമ്പത്ത്, കടമ്പൂർ C രാജു, NR ശിവപതി എന്നിവരാണ് TVKയിൽ ചേർന്നത്. ശനിയാഴ്ച ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ചാണ് TVK അംഗത്വം ഇവർ സ്വീകരിച്ചത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ പൗരന്മാർക്കും താമസക്കാർക്കുമായി പുതിയ യാത്രാ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് UAE ആരോഗ്യ മന്ത്രാലയം. നിലവിൽ UAEയിൽ ആർക്കും തന്നെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും രാജ്യത്തെ പൊതുജനാരോഗ്യ സാഹചര്യം പൂർണ്ണമായും സുരക്ഷിതമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മുൻകരുതലിന്റെ ഭാഗമായാണ് പുതിയ നിർദ്ദേശങ്ങൾ. മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ രഹസ്യമായി നിരീക്ഷിക്കുന്നുവെന്ന്
അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ. ഇസ്രായേൽ നിരീക്ഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് പെന്റഗൺ രംഗത്തെത്തി. ഇറാൻ വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.